ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അലീനെ പുറത്താക്കരുത് പറയുന്ന സമയത്ത് വൈജ പറയുന്നുണ്ട് എൻ്റെ പേര് വൈജയന്തി ആണെങ്കിൽ ഞാൻ ഇവിടെ പുറത്താക്കും എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ മേലെ നിന്ന് പറയുന്നുണ്ട് അതിന് നിൻ്റെ പേര് ഞാൻ എന്നോ കൊല്ലപ്പള്ളിയിൽ നിൻ്റെ പട്ടിക്കിട്ട് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഉള്ളിൽ പോയി കിടക്കണ സമയത്ത് വൈജ മെല്ലെ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് രോഹിത്തിനെയും എല്ലാവരെയും കൂടി കൂട്ടിയിട്ട് കൃഷ്ണജി ബബിതേനെയൊക്കെ കൂട്ടിയിട്ട് അലീനെ മായ പൊത്തിയിട്ട് മെല്ലെ പുറത്തേക്ക് ആക്കുന്നുണ്ട്. മെല്ലെ പുറത്തേക്ക് ആക്കുന്ന സമയത്ത് ആൾക്കാരൊക്കെ ഓടിക്കൂടുന്നുണ്ട്. എന്തിനാ ഈ പാവം പെൺകുട്ടിയോട് ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് വൈജയോട്. ആ സമയത്ത് വൈജ പറഞ്ഞിട്ട് ഇവള് പാവം പെൺകുട്ടിയല്ല, ഇവള് പിശാചാണ്, കടന്നു പോടി പിശാച് ഇനി വീടിൻ്റെ ഉള്ളിലേക്ക് വരരുതെന്നൊക്കെ അലീനോട് പറയുന്നുണ്ട്. അലീനാണെങ്കിൽ ഒരുപാട് നിന്ന് കരയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹരിശങ്കർ അലീനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എവിടേക്കും പോവുക അല്ലെങ്കിൽ എൻ്റെ ഒപ്പം പോരാന്ന് പറയുന്നുണ്ട്. അലീനയ്ക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഹരിശങ്കർ ഒന്ന് നന്നായിട്ടിട്ട് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജ പറയുന്നുണ്ട് നീ കടന്നു പോ, നീ ഒരു പെൺപിശാചാണ്, നീ എൻ്റെ വീട്ടിലേക്ക് കടന്നു പോരുത്, നീ വന്നേ മുതൽ എൻ്റെ വീട്ടിൽ ദുരിതങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ആട്ടി ഇറക്കുന്നുണ്ട്. ആ സമയത്ത് അലീന പറയുന്നുണ്ട് എനിക്ക് പോണതിന് ഒരു വിഷമമില്ല, പക്ഷെ ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് മാഡത്തിൻ്റെ കാര്യം മാത്രം ആലോചിച്ചിട്ടുള്ള വിഷമമാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും വൈജ അതൊന്നും കേൾക്കാൻ സമ്മതിക്കാതെ ആട്ടി ഇറക്കുന്നുണ്ട്. അലീനയാണെങ്കിൽ ഒന്നും നോക്കാതെ പിന്നെ ഇറങ്ങി പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഇവരൊക്കെ നല്ല സന്തോഷപൂർവ്വം ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ബാലചന്ദ്രൻ അവിടെ നിന്ന് പെട്ടിയൊക്കെ ഒരുക്കിയിട്ട് ബാലചന്ദ്രൻ ഇറങ്ങി വരുന്നത്. ആ സമയത്ത് നമ്മുടെ ബബിത പറയുന്നത് അച്ഛൻ വരുന്നു. അച്ഛനാണെങ്കിൽ ഒന്നും കേൾക്കാതെ ബാലചന്ദ്രൻ വേഗം പോയിട്ട് കാറിലേക്ക് പെട്ടിയൊക്കെ വെക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ കൃഷ്ണജ മോളാണെങ്കിൽ തടയുണ്ട് അച്ഛൻ പോരുത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവൻ അതൊന്നും കേൾക്കാതെ ബാലചന്ദ്രൻ കാർ എടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രാജീവൻ വന്നിട്ട് തടയുണ്ട്. പോരുത്, ബാലചന്ദ്രനോട് പറയുന്നുണ്ട് രാജീവൻ പോരുത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും രാജീവനെ ഇടിക്കാൻ അന്ത്യപ്പോൾ രാജീവൻ വേഗം മാറുന്നുണ്ട്. രാജീവനെയൊക്കെ ഉന്തിയിട്ടിട്ട് ബാലചന്ദ്രൻ പോകുന്നുണ്ട്. എന്തായാലും ഇനി ബാലചന്ദ്രൻ അലീനയും കൂടി ഒന്നിച്ചിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ പുറത്തേക്ക് പോകുന്നുണ്ട്. ബാലചന്ദ്രൻ അലീനല്ലാതെ പറ്റില്ല പറഞ്ഞിട്ട് അലീനോടൊപ്പം ഇറങ്ങി പോകുന്നുണ്ട്. വൈജ ആണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. ഈ ബാലചന്ദ്രൻ ഇനി എങ്ങോട്ടാ, ഇനി എന്താ സംഭവിക്കാമെന്നൊന്നും അറിയാതെ വൈജ ആണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.